സഭാതർക്കത്തിനിടെ യാക്കോബായ സഭാ അധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൂടിക്കാഴ്ച. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളും കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടാകും. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഈ സഭാതർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയും ഭാവയുമായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ചയും തീരുമാനങ്ങളും, അല്ലേ? KP സഭാ തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമന്ത്രി ഇന്നലെ ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തി. ഇന്നിപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. 12 മണിയോടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സഭാ അധ്യക്ഷനെ കാണും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. KP ചൂണ്ടിക്കാട്ടിയതുപോലെ പള്ളിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ സഭാ തർക്കം നിലനിൽക്കുമ്പോൾ ആ വിഷയത്തിൽ വളരെ സമാധാനപൂർവ്വം ഒരു അനുനയത്തിലേക്ക് കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് ആ ഒരു തർക്കം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് നിലവിലുണ്ടാകുന്നത്. അതിൽ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുണ്ടായി. സഭാ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് ഇരു വിഭാഗങ്ങളുമായും ചർച്ചകൾ നടത്തിക്കൊണ്ടും വിശ്വാസികളെ ചേർത്ത് നിർത്താനും BJP നേതൃത്വം ശ്രമിക്കുന്നു എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കൂടിക്കാഴ്ചയിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കൂടാതെ 2020 അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവരും നിലവിൽ NDA നേതാക്കളുമെല്ലാം തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഭാവയ്ക്കൊപ്പം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ മലങ്കര മെത്രോപൊലിത്ത ബസേലിയോസ് ജോസഫ് ബാവ, കുര്യാക്കോസ് യൗസോബിയോസ് മെത്രോപൊലിത്ത എന്നിവരും പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ സഭാ നേതാക്കളുമായും സഭാ മേധാവിമാരുമായും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഭാവിയിൽ വരും ദിവസങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ട് സഭാ തർക്കത്തിലൊരു കൃത്യമായ പരിഹാരം, ശാശ്വതമായ പരിഹാരം കാണും എന്ന പ്രഖ്യാപനമാണ് BJP നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാത്രിയാർക്കീസ് ബാവ ഡൽഹിയിലെത്തുകയും ഇന്ന് 12 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. KP ജിഷ്ണു, ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ട്. ഈ സഭാതർക്കം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഒരു സമവായത്തിലെത്താതെ ഇങ്ങനെ നീളുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അവിടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ ബാവയെത്തുന്നത്, പ്രധാനമന്ത്രിയുടെ നിലപാട് തേടുന്നത്, അല്ലേ? പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഭാവയ്ക്കൊപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടാതെ സാബു എബ്രഹാം തുടങ്ങി BJP NDA നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ സഭാതർക്കവുമായി ബന്ധപ്പെട്ട് അതിൽ പള്ളികളുടെ വിഷയവും ഈ രണ്ട് സഭകളും തമ്മിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കും എന്നുള്ളത് നേരത്തെയും BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ BJP നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ടാണ് പാത്രിയാർക്കീസ് ബാവ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് സഭാ വിഷയത്തിൽ പ്രധാനമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് അതിലൊരു ശാശ്വതമായ പരിഹാരത്തിനുള്ള ശ്രമം കാണും. അതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഓർത്തഡോക്സ് സഭാ മേധാവിമാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും, കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. KP ശരി, നിർണായകമായ കൂടിക്കാഴ്ച. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.